ഹായ് ഹലോ, മറ്റൊരു ഫാമിലി വ്ളോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ മൺഡേ നമ്മുടെ ആളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ, ചെറിയൊരു ഔട്ടിങ് അല്ലേ. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എവിടുന്ന? ചന്ദ്രേട്ടന്റെ ചായക്കട. അല്ല അതല്ലല്ലോ നമ്മളോട് പറയല എന്താണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് വിചാരിക്കുന്നത് നമ്മുടെ ഒരു ബീച്ചുണ്ട്, കൊളാവിപ്പാലം ബീച്ച്, അവിടെ പോകണം. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലൊന്ന് കയറണം. അങ്ങനെ ചെറിയ കോഴിക്കോടുള്ള കുറച്ച് ബീച്ചസ് ഒന്ന് കാണാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയെ. സോ ഇറ്റ്സ് മീ വിൻസൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചന്ദ്രൻ്റെ ചായക്കടയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന പ്രധാന ഘടകം നൊസ്റ്റാൾജിയാണ്. പുതിയ യുഗത്തിലുള്ള പിള്ളേർക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. 80s 90s കിഡ്സിന് അതെന്തായാലും മനസ്സിലാകും. ഈ കാണുന്ന പൂനൂർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നാണ് നമുക്ക് ചന്ദ്രൻ്റെ ചായക്കടയിലേക്ക് എത്തേണ്ടത്. പാർക്കിങ്ങിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഇടവഴികളും പിന്നെ ഓലമേഞ്ഞ ചന്ദ്രൻ്റെ ചായക്കടയും അതിലെ ചില നാടൻ വിഭവങ്ങളും. കുറച്ചുനാൾ മുമ്പ് വരെ ഒരു ചെറിയ ചായക്കടയായിരുന്നെങ്കിലും ഇപ്പോൾ ആളുകളുടെ തിരക്ക് മൂലം അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പതിവ് തെറ്റിക്കാതെ നേരെ അടുക്കളയിലേക്ക് ഓടി നല്ല ആവോലിയും അയിലയും ഐക്കോറയും ചുട്ടെടുക്കുന്നുണ്ട്. കൂടെ കൈപ്പത്തിരി. ആദ്യം കപ്പപ്പുഴുക്ക് വന്നു, പിന്നെ മീൻകറി വന്നു, പിന്നെ ആവോലി, കൂടെ കൈപ്പത്തിരി, പിന്നെ നല്ല റാഗിയുടെ പുട്ടും. ഇവിടുത്തെ ഭക്ഷണത്തിന് എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഒരു ആവറേജ് ഫുഡ്, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായവും. നേരത്തെ പറഞ്ഞ പോലെ ഈ വഴിയും അവിടുത്തെ ആംബിയൻസും തരുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ, അതാണ് ചന്ദ്രൻ്റെ ചായക്കട. അങ്ങനെ ചന്ദ്രൻ്റെ ചായക്കടയിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ച് കൊളാവിപ്പാലത്തെത്തി. അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പാട്ടിൽ പറയുന്ന പോലെ സഹ്യസാനുസുതി ചേർത്ത് വെച്ച മണിവീണയാണ് എൻ്റെ കേരളം. അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരിടം. ഒരു വശത്ത് അലയടിക്കുന്ന അറബിക്കടലും മറുവശത്ത് തെങ്ങിൻ തോപ്പുകളും പിന്നെ കുറ്റ്യാടി പുഴയും. ഞാൻ ആദ്യം കരുതിയത് കൊളാവിപ്പാലം ബീച്ചാണ് മിനി ഗോവ എന്ന് വിളിക്കുന്നത് എന്നാണ്. പക്ഷേ എനിക്ക് തെറ്റി. കൊളാവിപ്പാലം റോഡ് നേരെ വന്ന് മുട്ടുന്നത് മിനി ഗോവയിലേക്കുള്ള പാർക്കിങ്ങിലേക്കാണ്. പാർക്കിംഗ് എന്നൊന്നും പറയാനില്ല, ഒരു പറമ്പ്. അവിടെ ചെറിയ മിനി ഗോവ എന്നൊരു ബോർഡ് കാണും. അവിടെ വണ്ടി വെച്ച് ഈ കാണുന്ന വഴിയിലൂടെ അല്പദൂരം നടന്നാൽ നമുക്ക് കോഴിക്കോടിൻ്റെ മിനി ഗോവയിലെത്താം. കൊളാവിപ്പാലം വഴി അല്ലാതെ ഇരിങ്ങൽ കോട്ടക്കൽ റോഡിലൂടെയും നമുക്ക് മിനി ഗോവയിലേക്ക് എത്താം. വേറെ പ്രത്യേകം ഫീസോ കാര്യങ്ങളോ നമുക്കിപ്പോൾ ഇവിടേക്ക് പ്രവേശനത്തിനായില്ല. പക്ഷേ പാർക്കിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പറമ്പിൽ വണ്ടി വെക്കുന്നത് അവിടുത്തെ വീട്ടുകാർ ഒരു 20 രൂപ ഈടാക്കുന്നുണ്ട്. അങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് ഏതാണ്ട് 600 മീറ്ററോളം നടന്ന്, അതും നിറയെ കാറ്റാലുമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴികളിലൂടെ, അത്രയ്ക്ക് മനോഹരമായിരുന്നു വരുന്ന വഴി മുഴുവൻ, ഞങ്ങൾ മിനി ഗോവയിലെത്തി. ഇതാണ് കോഴിക്കോടിൻ്റെ മിനി ഗോവ എന്ന് വിളിക്കുന്ന സ്ഥലം. ഓക്കെ, കുറ്റ്യാടി പുഴയും അറബിക്കടലും ഒന്നു ചേരുന്ന ഒരിടം. ഇതിൻ്റെ ഭംഗി കൂട്ടാനായി നിറയെ കണ്ടൽക്കാടുകളും കാറ്റാടി മരങ്ങളും. കൊളാവിപ്പാലത്തു നിന്ന് വരുന്ന വഴിക്ക് ഒരു കടലാമ സംരക്ഷണ കേന്ദ്രം അടഞ്ഞു കിടക്കുന്നതായി ശ്രദ്ധിച്ചിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ കടലാമകൾ മുട്ടയിടുന്ന ഒരു ബീച്ചാണ് കൊളാവിപ്പാലം മിനി ഗോവ ഭാഗം. ഇതിനുവേണ്ടി ഒരു കടലാമ സംരക്ഷണ കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വന്ന പയ്യോളി കൊളാവിപ്പാലം റൂട്ടിലൂടെ അല്ലാതെ ഇരിങ്ങൽ കോട്ടക്കൽ റോഡിലൂടെയും നമുക്ക് മിനി ഗോവയിലേക്ക് എത്തിച്ചേരാം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും ഉച്ച സമയമായതുകൊണ്ടും ആളുകൾ നന്നേ കുറവായിരുന്നു. എബി ഉടനെ അവൻ്റെ ടോയ്സ് വെച്ച് കളി തുടങ്ങി. അപ്പോൾ ഇതാണ് കോഴിക്കോടിൻ്റെ മിനി ഗോവ എന്ന് പറയുന്നത്. എന്താ പറയുക, കൊളാവിപ്പാലം ബീച്ച് എന്നോ അല്ലെങ്കിൽ മിനി ഗോവ എന്ന പേരിലാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് എത്താനുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് മിനി ഗോവ എന്ന് അല്ലെങ്കിൽ കൊളാവിപ്പാലം ബീച്ച് എന്ന് പറയുക. പയ്യോളി സെക്കൻഡ് ഗേറ്റ്, പയ്യോളി ടൗൺ കഴിഞ്ഞ് സെക്കൻഡ് ഗേറ്റിലേക്ക് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞത് അവിടെ എത്തി. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കളിയിലാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉച്ച സമയത്ത് വന്നാൽ ഞങ്ങൾ വെയിലുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു നല്ലൊരു മഴക്കാറുണ്ട്. അങ്ങനെ വെയിലില്ല, നല്ല കാറ്റുണ്ട്.
ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയുണ്ട് ബീച്ച് കാണാൻ. ഇനി ഇവിടുന്ന് റിട്ടേൺ നമ്മൾ പോകുന്നത് നമ്മളെ എന്താ പറയുക തിക്കോടി റൈഡിങ് ബീച്ചിലേക്കാണ്. അവിടെ കൂടി ഒന്ന് കയറിയിട്ട് നേരെ വീട്. അപ്പം ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു റൂട്ട് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിൽ ഒരുപാട് നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്ന, ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ അടിപൊളി പ്ലേസ് തന്നെ പറയാം ഈ മിനി ഗോവ. അങ്ങനെ കുറച്ച് നേരം എബിയുടെ കൂടെ കുഞ്ഞുനാളിൽ കളിച്ച പോലെ മണ്ണപ്പൊക്കെ ചുട്ട് കളിച്ച് കുറച്ചധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഇതുപോലുള്ള സമയങ്ങൾ അവരുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. കാരണം നമുക്ക് പിന്നീട് ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു മനസ്സിൽ പിന്നീടൊക്കെ ഓർത്ത് വെക്കാൻ ഇതുപോലുള്ള സന്ദർഭങ്ങളെ ഉണ്ടാവുള്ളൂ. സോ മേക്ക് ഇറ്റ് കൗണ്ട്, ലീവ് ദ മൊമെൻറ്റ്. ഈ ഒരു പോളിസിയാണ് എൻ്റേത്. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ നന്നായി ചിലവഴിക്കുക, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് പിന്നീട് ഓർത്ത് ചിരിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഉള്ളൊരു ഇടയാക്കി തീരും. അങ്ങനെ ഏകദേശം 3-3:30 ഞങ്ങൾ മിനി ഗോവയോട് വിട പറഞ്ഞു. കാരണം നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമുക്ക് മെയിൻ റോഡിലേക്ക് തന്നെ പോകണം. ഈ ഒരു ഭാഗത്തൊന്നും ഹോട്ടലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളോ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കയ്യിൽ കരുതണം. സോ വന്ന വഴി അത്രയും തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിർത്താതിരുന്ന കുറ്റ്യാടി പുഴയുടെ തീരത്തൊക്കെ നിർത്തി ഒരുപാട് ഫോട്ടോസ് എടുത്ത് നമുക്ക് പിറകിലായിട്ട് കാണാൻ പറ്റും ഒരുപാട് കണ്ടൽക്കാടുകൾ. കേരളത്തിലുള്ള അധികം സ്ഥലങ്ങളിലൊന്നും കണ്ടൽക്കാടുകളില്ല. നേരത്തെ മിനി ഗോവയിൽ ഒരുപാട് കണ്ടൽക്കാടുകൾ കണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കാവും അവിടെ കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നത്. കേരളത്തിൽ ചുരുക്കം ചിലയിടത്തെ കണ്ടൽക്കാടുകളുള്ളൂ. ഈ മലിനീകരണം തടയാനും ജീവികളുടെ ഇക്കോസിസ്റ്റത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കണ്ടൽക്കാടുകൾ. അങ്ങനെ മിനി ഗോവയിൽ നിന്ന് വീണ്ടും മെയിൻ റോഡിലേക്ക് വന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും തിക്കോടി ബീച്ചിലേക്ക് വന്നു. ആക്ച്വലി മിനി ഗോവയിൽ നിന്ന് തിക്കോടി ബീച്ചിലേക്ക് ഏതാണ്ട് 6 കിലോമീറ്ററേ ഉള്ളൂ. ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് തന്നെ വന്ന് ഫുഡ് കഴിച്ച് ഏകദേശം 4:30 നമ്മൾ തിക്കോടി ബീച്ചിലെത്തി. അങ്ങനെ നമ്മൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലെത്തിയിരിക്കുന്നു. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ പണം ഈടാക്കാത്തൊരു ഡ്രൈവിംഗ് ബീച്ചാണ് തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. കേരളത്തിൽ ആകെ 2 ഡ്രൈവിംഗ് ബീച്ചുള്ളൂ. ഒന്ന് മുഴപ്പിലങ്ങാട് ബീച്ചും തിക്കോടി ഡ്രൈവിംഗ് ബീച്ചും. അതിൽ ഇതുവരെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ ഒരു ഫീ ഈടാക്കുന്നില്ല. ഇവിടെ വരുന്നവർക്ക് ലൈറ്റായിട്ട് ചായ, സ്നാക്സ്, ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാനുള്ള ചെറിയ ചെറിയ കടകൾ നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചിനോടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ബീച്ചിൻ്റെ അധികം അടുപ്പിക്കാതെ ഞങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു വണ്ടി കടലിനോട് ചേർന്ന് പോയത് ആണ്ടുപോയിട്ടുണ്ട്. എന്ത് കളി കളിച്ചിട്ടും അവർക്കത് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല. സോ ഡ്രൈവിംഗ് ബീച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ കെയർഫുള്ളായിരിക്കുക. അധികം തിരയോട് ചേർന്ന് വണ്ടി ഓടിക്കാതെ സൈഡിലൂടെ നമുക്ക് ഒരുപാട് സ്പേസ് അവിടെ ഉണ്ട്. അപ്പം ആ ഭാഗത്തൂടെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് റൈഡൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. സോ ഈ കൊച്ചു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇറ്റ്സ് മീ വിൻസൺ സൈനിങ് ഓഫ്.